നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ ദിനത്തിന് പ്രസംഗിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ലഘു പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പതിവ് പോലെ നമ്മൾ സ്ക്രിപ്റ്റും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ നന്നായി അത് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ അത് എനിക്ക് പ്രചോദനമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും സഹപാഠികൾക്കും എൻ്റെ നമസ്കാരം. 1947 ഓഗസ്റ്റ് 15 ആയിരുന്നു 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, താന്തിയ തോപ്പി, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ധീര നേതാക്കളുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഇന്ന് 2025 എത്തിയിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്രയോ പുരോഗതി നേടിയിരിക്കുന്നു. ശാസ്ത്രം, സാങ്കേതികം, വൈദ്യശാസ്ത്രം, പ്രതിരോധം, വിദ്യാഭ്യാസം, ഗതാഗതം, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ എല്ലാം ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. ജാതി, മത, രാഷ്ട്രീയ സംഘടനകൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വർദ്ധിച്ച ഉപയോഗം, സ്ത്രീ പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, സ്ത്രീധന മരണങ്ങൾ, അഴിമതി, ആത്മഹത്യകൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വിവാഹമോചനങ്ങൾ എന്നിവ നമ്മുടെ അന്തസ്സിന് കളങ്കം ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ദുഃഖകരമായ ഇവയൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കുവാനും ധാരാളമുണ്ട്. പുറമേ നിന്നുള്ള യുദ്ധങ്ങളെയും തീവ്രവാദ ഭീഷണികളെയും ശക്തമായി പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നത് നമ്മുടെ സ്വകാര്യമായ അഭിമാനമാണ്. ജനങ്ങളുടെ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. ഇവിടെ എല്ലാവരും തുല്യരാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സവിശേഷത. ജാതി, മത, ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് ഉപരിയായി നാം എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടെയാണ് നാം മുന്നേറുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.